ആ റബീൻ ഡോക്ടർ റോബിൻ ഈ ഒരു പരിപാടിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ.
എല്ലാവർക്കും നമസ്കാരം. സോ മൈനാഗപ്പള്ളി ഇത്ര ഉള്ള എനർജി മൈനാഗപ്പള്ളി. ഓക്കെ, അപ്പം 1.5 വർഷത്തിന് ഇനോഗ്രേഷൻ വരുന്നത്. ഞാൻ ഒരിക്കലും ഇത്രയും ആൾക്കാർ വരാമെന്നൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ നിങ്ങൾ അടിപൊളിയാണ് കേട്ടോ. അപ്പം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. സുഖമാണോ? ട്യൂഷൻ കഴിഞ്ഞു വന്നോ? എത്ര പേരുണ്ട് ട്യൂഷൻ കഴിഞ്ഞു വന്നത്? അടിപൊളി അടിപൊളി. അപ്പം സൈഫ പൊട്ടിക്ക് നമ്മുടെ മുബീന്റെ ടീച്ചറിന്റെ പുതിയ സ്ഥാപനമാണ്. അപ്പം ടീച്ചർ എന്റെ ഒരു അമ്മയെ പോലെയാണ്. അപ്പൊ ടീച്ചർ വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇവിടെ വന്നു. സൈഫ പൊട്ടിക്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ എല്ലാരും വന്ന് എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ ഓക്കെ, പിന്നെ നമ്മുടെ വയനാട്ടിലുള്ള നമ്മുടെ ലാൻഡ് സൈഡിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം സത്യം പറയാൻ നമ്മൾ DRR ഫാമിലി പുറത്ത് പറഞ്ഞിട്ടില്ല. കാരണം ഒരുപാട് പേരും ഞാൻ ഉൾപ്പെടെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് എല്ലാവരും ഓരോന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ പബ്ലിക്കലി നമ്മൾ ഒരു കാര്യം പോസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു വീഡിയോസോ ഫോട്ടോസോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ അപ്പം ഈ ഒരു അവസരത്തിൽ നമ്മൾ പറയണമെന്നുണ്ടായിരുന്നു. കാരണം ഒരുപാട് പേർക്ക് അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം വണ്ടികളെല്ലാം ഒന്ന് പോട്ടെ. അപ്പം എന്തായാലും നിങ്ങൾ എല്ലാരും കാണാൻ പറ്റിയതിൽ ഒരുപാട് നന്ദി. അപ്പൊ മൈനാഗപ്പള്ളി താങ്ക് യു. അപ്പൊ വീണ്ടും കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു, ബൈ. എങ്ങനെയുണ്ട്? കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും വരെ. നിങ്ങൾ ഓക്കെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമല്ലേ വരുന്നത്? അതെ, 1.5 വർഷം. എക്സ്പീരിയൻസ് അടിപൊളി. നിങ്ങളൊക്കെ ഇത്രയും എന്താ പറയാ ദൂരെ നിന്നല്ലേ വരുന്നത്? ബ്രോ എവിടെ വരുന്നത്? ഇത്രയും ദൂരെ നിന്ന് വന്നില്ലേ? സത്യം പറയാ വലിയൊരു കാര്യമാണ്. ഈ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. കാരണം ഇപ്പോഴും കുറച്ച് പേരെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് എപ്പോഴും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തോ റോബിന്റെ ഞാൻ നോക്കിയേക്കാൻ പോലെ ആണല്ലേ? പേരെന്താ? എന്താ? കല്യാണം ഉടനെ ഉണ്ട്. പറഞ്ഞോ ബ്ലോക്കാണോ? ബ്ലോക്ക് എന്തോ പറഞ്ഞോ. ഈ ഫാൻ ബേസ് ഇപ്പോഴും ഈ റോബിനെ സംബന്ധിച്ച് ഈ ബിഗ് ബോസിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും ഈ ഫാൻ ബേസ് ഉണ്ടെന്ന് പറയുന്നത് ഒരു ഇല്ലാത്തൊരു കാര്യം തന്നെയല്ലേ? വലിയ കാര്യമാണ് ബ്രോ. പൈസ ഒന്നും കിട്ടിയില്ലല്ലോ. ബസ്സിൽ കയറി പോകണം. Thank you. Bye. Thank you. Hi bro. എവിടെ നിന്നാണ്?
ചേട്ടാ കല്യാണം ഉടനെ ഉണ്ടാവും, ഡേറ്റ് അനൗൺസ് ചെയ്തില്ല. ഇല്ല ഞാൻ പറയാം താങ്ക് യു. ഈ ദുരിതാശ്വാസ നിധിയിലെ ഒരു വിഷയത്തെ കുറിച്ചിട്ട് അഖിൽമാരാറിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അത് ഭയങ്കരമായ രീതിയിൽ ചർച്ചയായിരുന്നു. അപ്പൊ അത്തരം ഒരു പ്രസ്താവനയൊക്കെ നിലനിന്ന് പോകുന്ന സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളതാണ് കേരളത്തിൽ. ആക്ച്വലി എനിക്ക് അതിനെ പറ്റി വലുതായിട്ട് പറയാൻ അറിയത്തില്ല. കാരണം അഖിൽമാരാറിന്റെ അടുത്ത് തന്നെ ചോദിച്ചേക്കാം. ഞാൻ എന്തായാലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അന്വേഷണം പറയാം. ഓക്കെ ചേട്ടാ ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഈ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ എനിക്ക് വയനാട്ടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷെ നമ്മൾ DRF ഫാമിലിക്കാർ പുറത്ത് പറയണ്ടെന്നുള്ളത്. പലരും അത് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുന്നവർ ചെയ്യട്ടെ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ ചെയ്യട്ടെ. അത് എങ്ങനെ ചെയ്യാന് അല്ല, കാരണം അത് നമ്മൾ അങ്ങനെ തീരുമാനിച്ച ഒരു കാര്യമാണ്. വെറുതെ ചെയ്യുന്ന കാര്യം പുറത്ത് പറയണ്ടെന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചെയ്തു. അത്ര. ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് അഖിൽമാരാറിന്റെ പ്രസ്താവനയോട് എന്താ പറയാനുള്ള റോബിൻ? എന്താ പറയുക, അങ്ങനെ ഒരു ബിഗ് ബോസ് വിന്നർ ആയ ഒരാളല്ലേ, അപ്പൊ അയാൾക്ക് ഒരുപാട് പിടിക്കാനായിട്ടുള്ള ന്യായങ്ങൾ കാണും, അതുകൊണ്ടായിരിക്കും പിടിക്കാൻ പറയാം. ഓക്കെ ബ്രോ. റോബിൻ എന്താണ് അതിനകത്തുള്ള അഭിപ്രായം എന്താണ്? എന്റെ ഒരു ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം, അത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യണം, ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടോ എന്ന് അറിയണം, അത്രേ ഉള്ളൂ ചേട്ടാ. ഓക്കെ പോയിട്ട് വരാം.